ഓം നമഃശിവായ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വർഷത്തിൽ 12 ദിവസം മാത്രം ദർശനം നൽകുന്ന ശ്രീ പാർവതി ദേവി അമ്മയുടെ ദർശനത്തിനായി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവൈരാണിക്കുളം ക്ഷേത്ര സന്നിധിയിലാണ്. നമ്മുടെ രാജ്യത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഭക്തജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ എറണാകുളം ജില്ലയിലെ കാലടിക്ക് സമീപത്താണ് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്രയവും നൽകുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനും ശ്രീ പാർവതീദേവിയും അനഭിമുഖമായിരിക്കുന്ന അപൂർവ ക്ഷേത്രമെന്ന പ്രത്യേകതയും കൂടാതെ വർഷത്തിൽ 12 ദിവസം മാത്രമേ മംഗല്യവരദായിനിയായ അമ്മ ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്ന സവിശേഷതയും തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഇവിടെ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ഭഗവാൻ കിഴക്കോട്ട് ദർശനം നൽകുന്നു. ശ്രീ പാർവതി ദേവിയെ പടിഞ്ഞാറ് ദർശനം നൽകുന്ന രീതിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിൽ ശ്രീ പാർവതി ദേവിയും സതീദേവിയും ഒരേ മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ക്ഷേത്രമെന്ന പ്രധാന പ്രത്യേകതയും തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. അതുപോലെ ഇവിടെ വന്ന് അമ്മയ്ക്ക് മഞ്ഞൾ പറയും, മംഗല്യ പുഷ്പാഞ്ജലിയും മറ്റു വഴിപാടുകളും നടത്താൻ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ വന്ന് ദർശനം നടത്തുവാൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷമായി. അമ്മയെ കാണുവാനും കണ്ടു തൊഴുവാനും. എല്ലാവർക്കും കരുണാമയി ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.